വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മന്തി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ചെമ്മീൻ വെച്ചിട്ടുള്ള മന്തിയാണ്. അപ്പം ചെമ്മീൻ വളരെ സ്പെഷ്യലായിട്ടാണ് ഈ ഒരു മന്തിയിലോട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിയാണ്. വെറും ഒരു 20 മിനിറ്റിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ സെല്ല ബസ്മതി റൈസ് തന്നെ എടുത്തിട്ടുള്ളത്. മന്തി ഉണ്ടാക്കാൻ സെല്ല ബസ്മതി റൈസാണ് വേണ്ടത്. ഞാനൊരു 4 കപ്പ് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റ് ഒന്ന് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക, ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് കേട്ടോ. ഒരുപാട് വെള്ളത്തിലാണ് നമ്മൾ മന്തിയുടെ റൈസ് വേവിക്കേണ്ടത്. അപ്പം വെള്ളത്തിന് മെഷർമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് അരി ചേർത്ത് കൊടുക്കുക. ഒരു 8 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ 8-10 മിനിറ്റൊക്കെ പിടിക്കുമ്പോൾ അതൊന്ന് കുക്കായി കിട്ടാൻ കേട്ടോ. നല്ലോണം കുക്കായി കിട്ടണം, വെന്ത് കുഴയരുത്. പക്ഷേ റൈസ് നന്നായിട്ട് കുക്കാവണം കേട്ടോ. അതുപോലെ തന്നെ അതൊക്കെ ഞാൻ മുമ്പ് പല മന്തി റൈസ് റെസിപ്പീസിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട്. എല്ലാത്തിലും ഇപ്പോൾ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചെമ്മീൻ നമ്മൾ സാധാരണ വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു മീഡിയം സൈസ്ഡ്, പറ്റ ചെറുതല്ല, ഒരു മീഡിയം സൈസ് ചെമ്മീനാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ചെമ്മീൻ കാണാൻ നല്ലൊരു മൊഞ്ചുണ്ടാവും. അതായത് നമ്മൾ ഈ മന്തിയിലോട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പം നല്ല രസമാണ്. പിന്നെ ഞാൻ മുമ്പൊരു ഫിഷ് മന്തി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ചെമ്മീൻ ഗ്രില്ല് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് സ്ക്യൂവറിലൊക്കെ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോഴേക്കും നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏത് പാത്രത്തിലാണോ മന്തി ഉണ്ടാക്കുന്നത് അതിലോട്ട് 4 ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വെജിറ്റബിൾ സ്റ്റോക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ചെറിയ ജീരകം, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ഇത് അറബിക് സ്പൈസ് പൗഡറാണ്. പിന്നെ 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണോളം. പിന്നെ സൺഫ്ലവർ ഓയിൽ കേട്ടോ. പിന്നെ ഇതിലോട്ട് അറബിക് സ്പൈസ് പൗഡർ എന്ന് പറയുമ്പോൾ നമ്മളിതിലോട്ട് വേറെ ചിക്കനോ മട്ടനോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഈ ഒരു മസാലയിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. ചെമ്മീൻ സെപ്പറേറ്റ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റൈസ് ഒന്ന് ഫ്ലേവർ ആവാൻ വേണ്ടിയിട്ടാണ് അറബിക് സ്പൈസ് പൗഡർ ചേർത്തിട്ടുള്ളത്. അതില്ലാന്നാണെങ്കിൽ മന്തി മസാലയോ അങ്ങനെയുള്ള അറബിക് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം ഇതിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒരു 1/4 കപ്പ് ടു 1 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 5-10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ അത് കുക്കായിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇതാ അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ മുമ്പ് ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെമ്മീൻ കട്ട് ചെയ്യേണ്ടതിന് ഡീറ്റെയിൽ റെസിപ്പി. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന പോലെ തന്നെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാൻ വിട്ടു പോകണ്ട, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. മന്തിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേവിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചോറ് അതിൻ്റെ ഇടയ്ക്ക് വെന്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഡ്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇപ്പോഴും നമ്മുടെ ചെമ്മീൻ അവിടെ റെഡി ആയിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പം ആ ഒരു മസാലയിൽ റൈസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മന്തിയല്ലേ. വേറെ പ്രത്യേകിച്ച് ഉള്ളി തക്കാളി അങ്ങനെയുള്ള പരിപാടികളൊന്നും ആവശ്യമില്ല ഇതിലോട്ട്. ഇനി നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കുക. ഇനി അരി ഇതുപോലെ നന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ദം ചെയ്യുകയാണ്. നമ്മൾ ചെമ്മീൻ റെഡിയാവുന്നവരെ ഒരു ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് വരെ അവിടെ കിടന്നോട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും തുറക്കുന്ന സമയത്ത്. പിന്നെ ഇത് ദമ്മിൽ 30 മിനിറ്റ് വെക്കുന്നതെന്നുള്ളൂ, അല്ലാണ്ട് നമ്മളിത് ഉണ്ടാക്കാനുള്ള സമയമല്ല കേട്ടോ. 30 മിനിറ്റ് ഉണ്ടാക്കാനുള്ള സമയം വെറും 15-20 മിനിറ്റ് ആണ് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് നേരം വെച്ചാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ സെർവ് ചെയ്യുകയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട്. ഒട്ടും നിർബന്ധമില്ല, ഓപ്ഷണലാണ്. പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ കുറച്ച് കളർഫുൾ ആവണമല്ലോ. അതങ്ങനെയാണ് മന്തിയുടെ ആ ഒരു ലുക്ക്, അതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നിട്ടുണ്ട്. മന്തി റൈസ് അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഇനി ചെമ്മീനൊന്ന് റെഡിയാക്കി എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1-2 ടീസ്പൂണ്. അതിലോട്ട് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്. പിന്നെ സോയ് സോസ് ഒരു 2 ടീസ്പൂണ്. കുറച്ച് ഉപ്പ് കൂടുതൽ ചേർക്കണ്ട. എല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. ഈ ഒരു മസാല നമ്മൾ ചെമ്മീൻ്റെ അകത്ത് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെമ്മീൻ കട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. നമ്മൾ സംസാരിക്കുന്ന ഇടയ്ക്ക് ആ ചെമ്മീൻ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തൊലിയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ തൊലിക്കുന്നില്ല. ഇങ്ങനെ ബട്ടർഫ്ലൈ ചെമ്മീനാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിലായിട്ട് മുമ്പ് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഗ്രില്ല് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒരുപാട് പേര് കഴിഞ്ഞ മധുബി വീഡിയോയിൽ ഗ്രില്ല് ചെയ്യുന്നതിന് പകരം ഓവണില്ലാത്തതുകൊണ്ട് ഇഷ്യൂസ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിവിടെ പൊരിക്കുന്ന കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിലിൽ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതാ ഇങ്ങനെ ചെമ്മീൻ തയ്യാറാക്കി എടുക്കുമ്പോൾ. കാണാനും നല്ല മൊഞ്ചാണ്. നമ്മൾ കുറച്ച് ഒരു 2 ചെമ്മീനൊക്കെ മതിയാകും ഒരാൾക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വലിയ ചെമ്മീനായതുകൊണ്ട്, ഇനിയിപ്പം ചെറിയ മീഡിയം സൈസ് ചെമ്മീനാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല രസമാണിത്. എന്താ പറയുക, മന്തിയുടെ കൂടെ നമ്മൾ സാധാ ചെമ്മീൻ കഴിക്കുന്നതിലും ടേസ്റ്റ് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോഴാണ്. പിന്നെ ഇത് സ്ക്യൂവറിലും ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അതുപോലെ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനും റെഡിയായി. ചെമ്മീൻ ഞാനിതാ ഒരു ബാച്ച് റെഡിയായപ്പം നമ്മൾ റൈസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് വീണ്ടും കവർ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ അടുത്ത ബാച്ച് റെഡിയാക്കി എടുക്കാം. ആ ചെമ്മീൻ്റെ മസാലയോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് റൈസിൽ ആ ചെമ്മീൻ്റെ മസാലയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നേരം അവിടെ ദമ്മിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മണമാണ് വരില്ല കേട്ടോ, ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവറും മന്തിയുടെ ഒരു ഫ്ലേവറും എല്ലാം കൂടിയായിട്ട്. അപ്പോൾ ഇനി നമുക്കത് സെർവ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ചോറൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ നമ്മൾ വെജിറ്റബിൾ സ്റ്റോക്കാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ മുമ്പ് ഫിഷ് മന്തി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 വെറൈറ്റി രീതിയിൽ ചെമ്മീനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഫിഷ് വെച്ചിട്ട് മീൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗ്രില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 മസാല വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മന്തിയുടെ ഒരുപാട് വെറൈറ്റി മന്തികൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാൻ പറ്റും. എന്തായാലും ചെമ്മീനും മീനും വെച്ചിട്ടൊക്കെ മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയാണ് റൈസ് ഉണ്ടാക്കേണ്ടത്. വെജിറ്റബിൾ സ്റ്റോക്ക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മന്തിയാണ്. വീട്ടിൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടൊമാറ്റോ ചട്നീൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. കാരണം എല്ലാത്തിലും അതിങ്ങനെ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഒരുപാട് മന്തി റെസിപ്പീസിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ് സംഭവം. പിന്നീട് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.